ഈ ക്രോസ് റോഡ് ഒരു തരത്തിലും it does not reek of feminism. It's only a film to support womanhood, to celebrate womanhood. ഞാൻ കേട്ടതിൽ ഈ അടുത്ത് കേട്ടതിൽ ഏറ്റവും നല്ല ഒരു മെസ്സേജുള്ള ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. ഫോണിൽ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് ചെയ്തോളാം എന്ന് സമ്മതിക്കായിരുന്നു. ഒരു രാത്രി കഴിഞ്ഞ് ഒരു പകലിലൂടെ സഞ്ചരിച്ച് മറ്റൊരു രാത്രി അവസാനിക്കുമ്പോൾ തീരുന്ന കഥയാണത്. മൗനം ഞാൻ വർക്ക് ചെയ്തത് ബാബു തിരുവല്ല അങ്കിളും പിന്നെ അതിൻ്റെ സിനിമാറ്റോഗ്രഫി MJ രാധാകൃഷ്ണൻ്റെ അങ്കിളുമായിരുന്നു. അപ്പം ആദ്യം ഞാൻ കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര നെർവസ് ആയി ആസ് എ ന്യൂ കമർ. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, നാടകങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. എങ്കിലും ഒന്നും ആ കാലങ്ങളിലൊന്നും ഒരു അവാർഡൊന്നും പറഞ്ഞൊന്നും കൊടുക്കുക പതിവില്ലായിരുന്നു. അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയതുമില്ല. ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത്. ക്രോസ് റോഡിൽ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് ബദർ. ഞാൻ ഇൻ ആൻഡ് ആസ് ബദറാണ്. ബദറുന്നീസ എന്ന് പറഞ്ഞ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റഡ് ബൈ മിസ്റ്റർ അശോക് കാർനാഥ്. എൻ്റെ കൂടെ ഇതിൻ്റെ അകത്ത് കൈലാഷ് ഉണ്ട്, വേറെ കുറച്ച് നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റും ഈ ഫിലിമിലുണ്ട്. ഫോർ മീ ഇറ്റ് വാസ് എ വെരി നൈസ് ഫിലിം ടു ബി എ പാർട്ട് ഓഫ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചെറിയൊരു ഒരു സ്റ്റോറിയാണ് ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സ്ത്രീയുടെ ഒരു മുസ്ലിം സ്ത്രീയുടെ ലൈഫിൽ ആ സ്ത്രീയെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ലൈഫ് തന്നെയാണ്, അവളുടെ സർക്കംസ്റ്റാൻസ് തന്നെയാണ് ഇതിലേക്ക് പുഷ് ചെയ്തിരിക്കുന്നത്. ബട്ട് അതിലും ഒരു ഹോപ്പ്, അതിലും ഒരു പുതിയൊരു പേർപ്പസ് കാണുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ബദർ. വൺ തിങ് ദാറ്റ് ഐ ലൈക്ക് ടു മെൻഷൻ, ഇത് സ്ത്രീകളെ ഫോക്കസ് ചെയ്യുന്നൊരു ഫിലിം ആയതുകൊണ്ട്, ഫിലിമിൻ്റെ ഒരു യൂണിയൻ ആയതുകൊണ്ട് ഈ ക്രോസ് റോഡ് ഒരു തരത്തിലും it does not reek of feminism. It's only a film to support womanhood, to celebrate womanhood. ഞാൻ ഇതിൽ പക്ഷികളുടെ മണം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിലാണ് അഭിനയിച്ചിരിക്കുന്നത്. നയന സൂര്യൻ എന്ന ഡയറക്ടറാണ്, പുതിയ ഡയറക്ടറാണ്. ഒരുപാട് കാലം ലെനിൻ സാറിൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കുട്ടിയാണ്. ഇങ്ങനെയൊരു സിനിമ, ഒരു തോട്ട് നയന എന്നോട് ഫോണിലൂടെയാണ് പറഞ്ഞത്. ഞാൻ കേട്ടതിൽ ഈ അടുത്ത് കേട്ടതിൽ ഏറ്റവും നല്ല ഒരു മെസ്സേജുള്ള ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. ഫോണിൽ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് ചെയ്തോളാം എന്ന് സമ്മതിക്കായിരുന്നു. ബിക്കോസ് ദ ഹോൾ കോസ് വാസ് നോബിൾ. ലൈക്ക് 10 സ്റ്റോറീസ് അബൌട്ട് വിമൻ. എല്ലാത്തിലും ഒരു മെസ്സേജ് ഉണ്ട്. എല്ലാം കൂടെ യുണൈറ്റ് ചെയ്ത് 10 വളരെ പ്രഗത്ഭരായ ഡയറക്ടേഴ്സ്. ആ ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഗൂസ് ബംസ് വരുന്ന പോലത്തെ ഒരു തോന്നൽ. ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞൊരു ഫിലിം, അതിലൊരു ചെറു കഥ. എന്താണ് ആ ഒരു കഥയിൽ ഇത്രയും സ്ത്രീ കഥാപാത്രങ്ങളെ ചേർത്ത് ഒരു വലിയ സിനിമ ഉണ്ടാക്കുക, അതിലൊരു പ്രധാന കഥ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ആശയം കേട്ടപ്പോൾ തന്നെ ഒരു കഥ എന്ന് പറഞ്ഞൊരു സെർച്ച് ഉണ്ടായിരുന്നു. ഒരു സിനിമ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ 10 പേരടങ്ങുന്ന ഒരു സംഘം ഇരുന്ന് ഒരു വുമൺ ആന്തോളജി അല്ലെ, ഒരു വുമൺഹുഡ് അല്ലെങ്കിൽ സെലിബ്രേഷൻ ഓഫ് വുമൺ എന്ന് പറയുന്ന ഒരവസ്ഥ പിക്ചറൈസ് ചെയ്യാൻ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വളരെ വൈഡായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവും. ഏത് ഭാഗമാണ് ഒരു സ്ത്രീയുടെ ഏത് അവസ്ഥയാണ് നമ്മളൊരു സിനിമയായിട്ട് ആലോചിക്കേണ്ടത്? ഞാൻ പറയുന്ന കഥയിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിലെ ഒരു സ്ത്രീയുടെ ജീവിതത്തെ എങ്ങനെയാണ് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ വീട്ടിൽ കുടുംബത്തിലും ഏറ്റവും കൂടുതലുള്ളതും പെൺകുട്ടികളാണ്. അപ്പം എൻ്റെ ചെറുപ്പകാലം മുതൽ നിന്ന് ഞാൻ ഇടപെട്ടിട്ടുള്ളത് ഒരു ഇൻഹിബിഷനും ഇല്ലാതെ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനോട് പറയുന്ന പോലെ, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് പറയുന്നത് പോലെ തന്നെ എന്നോട് അവരുടെ വിശേഷങ്ങളും അവസ്ഥകളും ജീവിതവും ഒക്കെ പങ്കുവച്ചിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ എൻ്റെ ചുറ്റിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ഒരു കഥ ആലോചിക്കുമ്പോൾ കടന്നു പോയിട്ടുണ്ട്.
അങ്ങനെയൊക്കെ ചിന്തിച്ച് വന്നപ്പോഴാണ് പി എഫ് മാത്യൂസിൻ്റെ ഒരു രാത്രിയുടെ കൂലി എന്ന് പറയുന്നൊരു കഥയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. കാരണം ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ ജീവിച്ചിട്ടുള്ള ചുറ്റുപാടിലുള്ള കഥകളല്ലാതെ അതിനപ്പുറം വേറൊരു ജീവിതമുണ്ട് എന്ന് പറയുന്ന കാഴ്ചയിലേക്ക് എൻ്റെ സുഹൃത്തായ പി എഫ് മാത്യൂസ് കഥ പറയാണ്. അതൊരു രാത്രിയുടെ കൂലി എന്നാണ് ആ കഥയുടെ പേര്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്, കാരണം ജീവിതത്തെ ഒരു അഭിസാരികയുടെ ഒരു രാത്രിയാണ് സത്യത്തിലത്. ആ ഒരു രാത്രി കഴിഞ്ഞ് ഒരു പകലിലൂടെ സഞ്ചരിച്ച് മറ്റൊരു രാത്രി അവസാനിക്കുമ്പോൾ തീരുന്ന കഥയാണത്. അപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ അവർ അനുഭവിച്ച കഥയിൽ നിന്നും പകലിലേക്ക് കടന്ന് ആ പകൽ തീരുമ്പോൾ ഒരു രാത്രിയിലേക്ക് കയറുകയും ആ രാത്രി അവസാനിക്കുമ്പോൾ അവർ ജീവിതത്തിൽ വേറൊരു കാഴ്ച കാണുകയും വേറൊരു ജീവിതം അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ട്രാവലുണ്ട്. ആ ട്രാവലാണ് ഇങ്ങനൊരു കഥ. ഇതായിരിക്കണം ഞാൻ പറയാൻ പോകുന്ന കഥ. ഈ ക്രോസ് റോഡ് എന്ന സിനിമയിൽ എൻ്റെ സെഗ്മെന്റ് ഈ പറയുന്ന കഥയായിരിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നത്. അത് മാത്യൂസ് വളരെ മനോഹരമായിട്ട് സ്ക്രീൻ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചത് ഇത് അഭിനയിക്കാൻ ആര് എന്നുള്ളതായിരുന്നു. ഞാൻ പത്മപ്രിയയുടെ അടുത്ത് ഈ വിഷയം സംസാരിക്കുന്നു, പ്രിയയോട് സംസാരിച്ചു. പ്രിയ വരാമെന്ന് പറയുകയും പ്രിയ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന എൻ്റെ ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത്, പത്മപ്രിയയെ പോലൊരു ആക്ട്രസ് അവർ വെറുതെ വന്നു പോവുകയല്ല ചെയ്യാറുള്ളത്. ഒരു സിനിമയിൽ അവർ നൽകുന്ന ഒരു എനർജിയുണ്ട്. ആ എനർജി എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ക്രീനിൽ നിന്നും പുറത്തേക്ക് ഓഡിയൻ്റെ മനസ്സിലേക്ക് കയറുന്ന ഒരു പ്രകാശമാണ്. അത്തരൊരു പ്രകാശമുള്ള ഒരു ആളായിരിക്കണം ഈ സിനിമയിലെ ഈ കഥാപാത്രം, പേരില്ല, ഈ കഥാപാത്രം ചെയ്യേണ്ടത് എന്നുള്ളതൊട്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രിയയോട് സംസാരിച്ചു. പ്രിയ വില്ലിങ് ആവുകയും പ്രിയ വരികയും പ്രിയ ഈ സിനിമയ്ക്ക് വേണ്ടി വളരെ കൃത്യമായിട്ട് അവളുടേതായ ഒരു ജീവിതം, നമ്മൾ ഒരു ഒറ്റ രാത്രിയുടെ കഥയാണത്. ഒരു പകലിൽ നിന്ന് തുടങ്ങി, സത്യം പറഞ്ഞാൽ ഒരു ദിവസത്തെ കഥ, ഒരു പകലിൽ നിന്ന് തുടങ്ങി മറ്റൊരു പകലിലേക്ക് ഉള്ള അവസാനത്തിലേക്കുള്ള ഈ കഥ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ലൊക്കേഷനുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഇടങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടായിരുന്നു ഈ കഥ പോകുന്നത്. അപ്പോൾ അത്രയും തന്നെയുള്ള ഒരു പേഷ്യൻസ്, ക്യാരക്ടറിൻ്റെ ഒരു കൃത്യമായ ഗ്രാഫ്, ഒരിടത്ത് പോലും ചോർച്ച സംഭവിക്കാതെ പോർട്രേറ്റ് ചെയ്യാനായിട്ട് പ്രിയയെ പോലൊരു ആക്ട്രസ് ഉണ്ടായതാണ് ഞാൻ കാണുന്ന ഈ സിനിമ, എനിക്ക് അറ്റ്ലീസ്റ്റ് ഈ സിനിമ ചെയ്യാനുള്ള എൻ്റെ ഒരു വലിയ എനർജി ആയിട്ട് ഞാൻ കാണുന്നത്. ഹായ് എവ്രി വൺ, എൻ്റെ പേര് മാൻസ രാധാകൃഷ്ണൻ. ക്രോസ് റോഡിൽ ഞാൻ ബാബു തിരുവല്ല അങ്കിളുടെ മൗനം എന്നുള്ള സെഗ്മെൻറ്റിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എൻ്റെ ക്യാരക്ടറുടെ പേര് സാലി എന്നാണ്. പിന്നെ ഞാൻ കൂടെ അഭിനയിച്ചത് സീമാജി നായർ ആൻഡ് അനുമോഹൻ്റെ കൂടെയാണ് ഞാൻ എൻ്റെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തത്. പിന്നെ എൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയാനാണെങ്കിൽ സാലി ഒരു 19-20 ഗേളാണ്. അപ്പം ഒരു ഫാമിലിയിൽ വരുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ സർക്കംസ്റ്റാൻസസ് കാരണം അവളുടെ നോർമൽ ലൈഫ്, ആ സുഖങ്ങളൊക്കെ വിട്ടിട്ട് ഒരു നണ്ണാവേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ ആ ക്രോസ് റോഡിനെ അവൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് മൗനത്തിൻ്റെ തീം. മൗനം ഞാൻ വർക്ക് ചെയ്തത് ബാബു തിരുവല്ല അങ്കിളും പിന്നെ എൻ്റെ സിനിമാറ്റോഗ്രഫി MJ രാധാകൃഷ്ണൻ്റെ അങ്കിളുമായിരുന്നു. അപ്പം ആദ്യം ഞാൻ കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര നെർവസ് ആയി. ആസ് എ ന്യൂ കമർ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ, ഇത്രയും വലിയ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്താവുമെന്ന് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സെറ്റിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച പോലെ അല്ല എന്ന് മനസ്സിലായി. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ബാക്കി സെഗ്മെൻറ്റ്സിനെ കുറിച്ച് എല്ലാവരെയും പോലെ ഐ എം ഈക്വലി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. പിന്നെ എന്താ, ആസ് എ ന്യൂ കമർ ഇതെൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീം കം ട്രൂ ആണ്. ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ ഉള്ളതിൽ അതിലൊരു പാർട്ടാവാൻ പറ്റിയത് എന്താ ഒരു ഭയങ്കര ബ്ലെസ്സിങ് തന്നെയാണ് ശരിക്കും. ജയരാജ് സാർ എഴുതി ബീബി സാർ ഡയറക്റ്റ് ചെയ്ത കുറേശ്ശൻ എന്ന പടത്തിൽ ത്രേസ്യാമ്മയുടെ റോളാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ മുത്തശ്ശിയായിട്ട് വളരെയധികം ക്ലേശങ്ങൾ സഹിക്കുന്ന. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് തോന്നുന്നു? അത് ഓലപ്പിപ്പിക്ക് വളരെ സന്തോഷം തോന്നുന്നു, വളരെ സന്തോഷം തോന്നുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കൈമൾ സാറ് എന്നെ ഓലപ്പിപ്പിയിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ഓലപ്പിപ്പിയിൽ അഭിനയിക്കുന്നത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു അവാർഡ് കിട്ടുന്നു. എങ്കിലും ദൈവാനുഗ്രഹത്താൽ അത് ഒരു വിജയമായി. അങ്ങനെ
എനിക്കൊരു അവാർഡും പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഞാൻ ഏറ്റവും സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ട്, നാടകങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഒന്നും ആ കാലങ്ങളിലൊന്നും ഒരു അവാർഡെന്നും പറഞ്ഞൊന്നും കൊടുക്കുക പതിവില്ലായിരുന്നു. അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയതുമില്ല. ഇപ്പോഴാണ് അതിനുള്ള ഭാഗ്യം ഉണ്ടായത്. അതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഒന്ന് വരണേ. ഞാൻ ക്രോസ് റോഡ് എന്ന് പറയുന്ന സിനിമയിൽ ലെനിൻ സാർ ഡയറക്റ്റ് ചെയ്ത പിൻപേ നടപ്പുകൾ എന്ന് പറയുന്ന സിനിമയിൽ ലീഡ് ക്യാരക്ടർ, മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നു. ആക്ച്വലി ഞാൻ ലെനിൻ സാറിൻ്റെ അസിസ്റ്റൻ്റാണ്. ഞാൻ ഈ ക്രോസ് റോഡിൽ തന്നെ നയന സൂര്യൻ ഡയറക്റ്റ് ചെയ്ത ഫിലിമിൽ, സാറിൻ്റെ ഫിലിമിൽ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഈ സിനിമ 10 സിനിമകളും 10 സ്ത്രീ കഥാപാത്രങ്ങളുടെ ആണ് പറയുന്നത്. ഓരോ സ്ത്രീകൾക്കും അനുഭവിക്കുന്ന പ്രോബ്ലംസും ഓരോ സിനിമകളായി വരുന്നു. എല്ലാം നല്ല നല്ല മലയാളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. എൻ്റെ ഫിലിമിൽ അഞ്ജന ചന്ദ്രൻ ന്യൂ ഫേസ് ആണ് ഇതിൽ മെയിൻ ഫീമെയിൽ ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചോയ്മാൻ സാറുണ്ട്. പിന്നെ ഈ ഫിലിമിൻ്റെ മ്യൂസിക് ഡയറക്ടർ അനിത ഷേഖ്. ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് മധുൻ ഭട്ട് സാറാണ്. നമസ്കാരം, എൻ്റെ പേര് അനിത ഷേഖ്. ഞാൻ ക്രോസ് റോഡ് എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. വളരെ സീനിയറായിട്ടുള്ള ശ്രീ ലെനിൻ രാജേന്ദ്രൻ സാറിൻ്റെ സിനിമയിൽ എനിക്ക് ആസ് എ മ്യൂസിക് കമ്പോസർ ഞാൻ ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. ഞാൻ ഒരു പിന്നണി ഗായികയാണ്, ഒരു പ്ലേബാക്ക് സിംഗറാണ്, അതോടൊപ്പം സൂഫി ഗായികയും കൂടെയാണ്. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, ആസ് എ മ്യൂസിക് കമ്പോസർ എൻ്റെ ആദ്യത്തെ സിനിമയാണിത്. ഇത് ലെനിൻ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന പിൻപേ നടപ്പവൾ എന്ന സിനിമയിലാണ് ഞാനൊരു പാട്ട് ചെയ്തിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ് സാറാണ്. വളരെ മനോഹരമായിട്ട് ശ്വേത ഇതിൽ പാടിയിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു കല്യാണ മൂടാണ്. മലബാറിലെ ഒരു ഒപ്പനപ്പാട്ടാണ്. അപ്പോൾ ഒപ്പനപ്പാട്ടെന്നല്ല, സിറ്റുവേഷൻ അതാണ് പറഞ്ഞത്. കല്യാണം ആണ്, മലബാറിൽ നടക്കുന്ന ഒരു ടിപ്പിക്കൽ കല്യാണം. അപ്പോൾ ആ ഒരു ജോണറിലാണ് പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഹായ്, ഞാൻ നയന സൂര്യൻ. ക്രോസ് റോഡ് എന്ന സിനിമയിലെ 10 സംവിധായകരിൽ ഒരാളാണ്. അതിലെ പുതുമുഖ സംവിധായകൻ. എൻ്റെ ഇതിലെ പക്ഷികളുടെ മണം എന്ന് പറയുന്നത് ഒരു ബേർഡ് വാച്ചറുടെ സ്റ്റോറിയാണ്, ഫീമെയിൽ ബേർഡ് വാച്ചറുടെ സ്റ്റോറി. ഇതിലൊരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയെ തേടിയിട്ടുള്ള ഒരു പെണ്ണിൻ്റെ ഒരു പക്ഷി നിരീക്ഷകരുടെ യാത്രയാണ് ഈ സിനിമ. ഇതിലൂടെ ഒരു കുറഞ്ഞ സമയമേ ഉള്ളൂ, വളരെ ചെറിയ വലിയ സിനിമകൾ ചെയ്യുന്നതിനേക്കാളും തീർച്ചയായിട്ടും നല്ല പാട് തന്നെയാണ്. ഒരു സാധനം വളരെ ചെറുതായിട്ട് അവതരിപ്പിക്കുക, അതിൻ്റെ സത്ത ഒട്ടും നഷ്ടപ്പെടാതെ മുന്നിൽ എത്തിക്കുകയും വേണം. അത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൺവേ ചെയ്യുകയും വേണം എന്നുള്ളത് വളരെ പരീക്ഷണമായ ഒരു കാര്യം തന്നെയാണ് ഈ ചെറിയ സിനിമകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം.